ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ വരുന്നത് ഒരു പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റുകളെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ പെസ്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സുകളെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ബയോടെക്നോളജിയുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ റെഡ്യൂസ്ഡ് യൂസേജ് ഓഫ് പെസ്റ്റിസൈഡ്സ്. സോ അതുപോലെയുള്ളതാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷനിൽ. ഒന്നാമതായി ബാസിലസ് തുരിഞ്ചെനസിസ്. നമ്മൾ പറഞ്ഞതാണ് ഇതൊരു ബാക്ടീരിയമാണ്. സോ ബാസിലസ് തുരിഞ്ചെനസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയം അഥവാ BT അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് BT ടോക്സിൻ. സോ ബാസിലസ് തുരിഞ്ചെനസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ് BT ടോക്സിൻ. ഈ BT ടോക്സിൻ ജീനിനെ എന്താണ് ചെയ്യുന്നത്? ക്ലോൺഡ് ഫ്രം ദിസ് ബാക്ടീരിയ. സോ ബാസിലസ് തുരിഞ്ചെനസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന് BT ടോക്സിൻ ജീനെ നമ്മൾ ക്ലോൺ ചെയ്തെടുക്കുന്നു. സോ ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പ്ലാന്റ്. എന്നിട്ട് ഈ BT ടോക്സിൻ ജീനുകളെ നമ്മൾ പ്ലാന്റ്സിൽ എക്സ്പ്രസ് ചെയ്യണു. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊവൈഡ് റെസിസ്റ്റൻസ് ടു ഇൻസെക്റ്റ്. ഡിഫറെൻറ്റ് ഇൻസെക്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ BT ടോക്സിൻ ജീനിനെ ഈ ബാക്ടീരിയയിൽ നിന്ന് ബാസിലസ് തുരിഞ്ചെനസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് അതിനെ പ്ലാന്റ്സിൽ എക്സ്പ്രസ്ഡ് ആക്കുന്നു. അതായത് പ്ലാന്റ്സിൽ അതിനെ ആ ജീനിനെ ഡെലിവർ ചെയ്യുന്നു. സോ അങ്ങനത്തെ പ്ലാന്റ്സുകളുടെ പ്രത്യേകത, അങ്ങനത്തെ പ്ലാന്റ്സുകൾ ഇൻസെക്റ്റുകൾക്ക് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ അവിടെ ഇൻസെക്ടിസൈഡിൻ്റെ ആവശ്യം വരുന്നില്ല, അതൊരു ബയോ പെസ്റ്റിസൈഡായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇൻസെക്ടിസൈഡിൻ്റെ ആവശ്യമില്ലാതെ ഒരു ബയോ പെസ്റ്റിസൈഡായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നു പ്ലാന്റ്സുകൾക്ക്. എങ്ങനെ? ഈ ബാസിലസ് തുരിഞ്ചെനസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയത്തിൽ നിന്ന് BT ടോക്സിൻ ജീനെ ക്ലോൺ ചെയ്തെടുത്ത് അത് പ്ലാന്റ്സിലേക്ക് ഡെലിവർ ചെയ്ത് ആ പ്ലാന്റിന് ഈ BT ടോക്സിൻ ജീൻ്റെ എബിലിറ്റി കിട്ടുകയും അതുമൂലം അത് മറ്റ് ഇൻസെക്റ്റുകളെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടുകയും ചെയ്യുന്നു. അങ്ങനെ അതൊരു ബയോ പെസ്റ്റിസൈഡായിട്ട് മാറുന്നു. അല്ലെങ്കിൽ ഇൻസെക്ടിസൈഡിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. സോ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റുകളാണ് ഈ BT ടോക്സിൻ ജീൻ പ്ലാന്റ്സുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ പ്ലാന്റ്സുകളെ ഈ പെർട്ടിക്കുലർ റെസിസ്റ്റൻറ്റ് ടു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഗാനിസം ആക്കി മാറ്റുന്നതാണ്. അങ്ങനത്തെ ഒരു എക്സാമ്പിളാണ് BT ടോക്സിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിന് എക്സാമ്പിളാണ് BT കോട്ടൺ, BT കോൺ, അതുപോലെ റൈസ്, ടൊമാറ്റോ, പൊട്ടറ്റോ, സോയാബീൻ. സോ BT കോട്ടൺ, BT കോൺ, റൈസ്, ടൊമാറ്റോ, പൊട്ടറ്റോ, സോയാബീൻ ഇതിലൊക്കെ ഈ ബാസിലസ് തുരിഞ്ചെനസിസിൻ്റെ BT ടോക്സിൻ എന്ന് പറഞ്ഞ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ഇൻസെക്റ്റുകൾക്കും പെസ്റ്റുകൾക്കൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടിയെടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ആദ്യത്തെ എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത് BT കോട്ടൺ. സോ BT കോട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ബാസിലസ് തുരിഞ്ചെനസിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ ചില സ്ട്രെയിനുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. സം സ്ട്രെയിൻസ് ഓഫ് ബാസിലസ് തുരിഞ്ചെനസിസ് പ്രൊഡ്യൂസ് പ്രോട്ടീൻസ്. ഈ ബാസിലസ് തുരിഞ്ചെനസിൻ്റെ ചില സ്ട്രെയിനുകൾക്ക് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ പ്രോട്ടീനുകളുടെ പ്രത്യേകത ദാറ്റ് ക്യാൻ കിൽ ഇൻസെക്ട്സ്. ചില ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യാൻ പാകത്തിനുള്ള പ്രോട്ടീൻസുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബാസിലസ് തുരിഞ്ചെനസിൻ്റെ ചില സ്ട്രെയിനുകൾക്ക് സാധിക്കും. സോ എങ്ങനത്തെ ഇൻസെക്റ്റുകളാണ്? ഇൻസെക്ട്സ് ലൈക്ക് ലെപ്പിഡോപ്റ്ററൻസ്. ലെപ്പിഡോപ്റ്ററൻസ് കാറ്റഗറിയിലെ ഇൻസെക്റ്റുകൾ, അതായത് ടുബാക്കോ ബഡ്വേം, അതുപോലെ ആർമി വേം, ഇതുപോലത്തെ ലെപ്പിഡോപ്റ്ററൻസിൻ്റെ അതുപോലത്തെ ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ കോളിയോപ്റ്ററൻസ്, ഫോർ എക്സാമ്പിൾ ബീറ്റിൽസ്, അതുപോലെ ഡിപ്റ്റീറൻസ്, ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോസ്. സോ ലെപ്പിഡോപ്റ്ററൻ, ടുബാക്കോ ബഡ്വേം ആൻഡ് ആർമി വേം, കോളിയോപ്റ്ററൻസ്, ബീറ്റിൽസ്, അതുപോലെ ഡിപ്റ്റീറൻസ്, ഫ്ലൈസ് ആൻഡ് മോസ്കിറ്റോ ഇതുപോലെയുള്ള ചില ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യാൻ പാകത്തിനുള്ള പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബാസിലസ് തുരിഞ്ചെനസിസിൻ്റെ ചില സ്ട്രെയിനുകൾക്ക് സാധിക്കും. സോ ബാസിലസ് തുരിഞ്ചെനസിസിൻ്റെ ചില സ്ട്രെയിനുകൾ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോട്ടീനുകളുടെ പ്രത്യേകത ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ചില ഇൻസെക്റ്റുകളെയൊക്കെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ പ്രോട്ടീനുണ്ട്. സോ അതെങ്ങനെയാണെന്ന് നോക്കിയാൽ, ബാസിലസ് തുരിഞ്ചെനസിസ് ഫോംസ് പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഫേസ് ഓഫ് ദെയർ ഗ്രോത്ത്. സോ ബാസിലസ് തുരിഞ്ചെനസിസ് അതിൻ്റെ ആ ഗ്രോത്ത് പീരീഡിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിലെത്തുമ്പോൾ അത് ഒരു പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. സോ ഇവരുടെ പ്രത്യേകത, അവരുടെ ഗ്രോത്ത് പാറ്റേണിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റേജ്, ഒരു ലൈഫ് സ്റ്റേജ് എത്തുമ്പോൾ അവർ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പ്രോട്ടീൻ ക്രിസ്റ്റൽസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദേ ആർ ഹൈലി ടോക്സിക് ആണ്
ടു ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ. സോ അവർ ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യാൻ പാകത്തിനുള്ള ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് ഈ പ്രോട്ടീൻസ്. സോ ദീസ് പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആർ കോൾഡ് ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ. ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യാൻ പാകത്തിനുള്ള പ്രോട്ടീൻസുകളാണ്, അതും ഹൈലി ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീൻ ക്രിസ്റ്റൽസുകളാണ്. ബാസിലസ് തുരിഞ്ചനസിസ് അതിൻ്റെ ലൈഫ് സ്റ്റേജിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ബാസിലസ് തുരിഞ്ചനസിസ് അതിൻ്റെ ലൈഫ് സ്റ്റേജിൽ ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോൾ ഒരു പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഫോം ചെയ്യുകയും ആ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഈ ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യാൻ പാകത്തിലുള്ള ഒരു പ്രോട്ടീനായി മാറും. സോ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീനാണ് ഈ പറഞ്ഞ പ്രോട്ടീൻസ്, അതും ടോക്സിക്. അതുകൊണ്ട് നമ്മളതിനെ ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എന്ന് പറയുന്നു. ആ ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്, ടോക്സിക് ഇൻസെക്ടിസൈഡൽ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ലിപ്പിഡോപ്റ്ററൻസ്, കോളിയോപ്റ്ററൻസ്, ഡിപ്റ്റിറൻസ് പോലത്തെ ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യാൻ പാകത്തിലുള്ളതാണ് ഈ ബാസിലസ് തുരിഞ്ചനസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ക്രിസ്റ്റൽസ്. സോ അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം വരും, എന്തുകൊണ്ട് ഈ BT ടോക്സിൻ അല്ലെങ്കിൽ ബാസിലസ് തുരിഞ്ചനസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് എന്തുകൊണ്ട് ഈ ബാക്ടീരിയത്തിനെ കിൽ ചെയ്യുന്നില്ല? അതാണ് വൈ ഡസ് BT ടോക്സിൻ ഡസ് നോട്ട് കിൽ ദ ബാസിലസ്. സോ ബാസിലസ് തുരിഞ്ചനസിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ടോക്സിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് എന്തുകൊണ്ട് ആ ബാക്ടീരിയത്തിനെ തന്നെ കില്ല് ചെയ്യുന്നില്ല? കാരണം BT ടോക്സിൻ പ്രോട്ടീൻ എക്സിസ്റ്റ് ആസ് എ ഇൻആക്റ്റീവ് പ്രോടോക്സിൻ. സോ ഈ BT ടോക്സിൻ നോർമലി എക്സിസ്റ്റ് ചെയ്യുന്നത് ഇൻആക്റ്റീവ് ഫോമിലാണ്. ഇൻആക്റ്റീവ് ഫോമിൻ്റെ പേരാണ് പ്രോടോക്സിൻ. സോ ടോക്സിക് ആവണതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജ് പ്രോടോക്സിൻ ഫോമിലാണ് ഈ BT ടോക്സിൻ ഇരിക്കുന്നത്. ഈ ബാസിലസ് തുരിഞ്ചനസിസിൻ്റെ ബോഡിയിൽ ഇരിക്കുമ്പോൾ അതെന്താണ്, ഇൻആക്റ്റീവ് ഫോമിലാണ്. എന്നാൽ ആ BT ടോക്സിൻ ജീനെ ഒരു ഇൻസെക്റ്റ് വന്ന് കൺസ്യൂം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വൺസ് ഇൻസെക്റ്റ് ഇൻജസ്റ്റ് ദ ഇൻആക്റ്റീവ് ടോക്സിൻ. സോ ഈ പ്ലാന്റിനെ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റ് വന്ന് കൺസ്യൂം ചെയ്യുമ്പോൾ, ഭക്ഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പ്ലാന്റിലുള്ള ഈ BT ടോക്സിൻ ജീൻ ഈ ഇൻസെക്റ്റിൻ്റെ ബോഡിയിലേക്ക് എത്തുന്നു. സോ വൺസ് ഇൻസെക്റ്റ്, ആ ഇൻസെക്റ്റ് അതിനെ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ, അതിനെ ഭക്ഷിക്കുമ്പോൾ ഇൻആക്റ്റീവ് ടോക്സിൻ converted into active form of toxin. So inactive form ഉള്ള പ്രോടോക്സിൻ കൺവേർട്ട് ചെയ്ത് ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ മാറുന്നു. ആൻഡ് എന്തുകൊണ്ടാണ് അത് ഇൻആക്റ്റീവ് ടോക്സിൻ ആക്റ്റീവ് ടോക്സിനായിട്ട് ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ മാറുന്നത്? ഡ്യൂ ടു ആൽക്കലൈൻ pH ഓഫ് ദ ഗട്ട്. ഇൻസെക്റ്റിൻ്റെ ബോഡിയിൽ അത് ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗട്ടിലുള്ള ആൽക്കലൈൻ pH കാരണം ഈ ഇൻആക്റ്റീവ് ടോക്സിൻ ആക്റ്റീവ് ടോക്സിനായി മാറുകയും ആ ഗട്ടിൽ വെച്ച് അത് സോളിബിളൈസ് ചെയ്യുന്നു. എങ്ങനെ? ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഇൻആക്റ്റീവ് ആക്റ്റീവായിട്ട് സോളിബിൾ ആവുന്നു. ഈ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് സോളിബിൾ ആവുന്നു. അങ്ങനെ ഈ ടോക്സിക് ആയിട്ടുള്ള ആ ജീൻ അല്ലെങ്കിൽ ആ ടോക്സിക് പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ഈ ഇൻസെക്റ്റിൻ്റെ ബോഡിയിലെത്തുകയും ഇൻസെക്റ്റിന് എന്ത് സംഭവിക്കുന്നു? ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ടോക്സിൻ ബൈൻഡ് ടു ദ സർഫസ് ഓഫ് മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽ. ഇൻസെക്റ്റിൻ്റെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ അത് വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഈ ടോക്സിക് ആയിട്ടുള്ള പ്രോട്ടീൻ ക്രിസ്റ്റൽസ്. എന്നിട്ട് ആ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ അത് പോർസുകളെ ക്രിയേറ്റ് ചെയ്യുന്നു, ഹോൾസ്, കുറേ ദ്വാരങ്ങൾ സൃഷ്ടിക്കുന്നു. അത് കോസ് സ്വെല്ലിംഗ് ആൻഡ് ലൈസിസ്. അത് ആ ഇൻസെക്റ്റിൻ്റെ മരണത്തിന് കാരണമാകുന്നു. സോ അത് സെല്ലുകളെ, ആ കോശങ്ങളൊക്കെ സ്വെല്ല് ചെയ്ത് വീർത്ത് എന്ത് സംഭവിക്കുന്നു? അത് നശിക്കുകയും അതുമൂലം ആ ഇൻസെക്റ്റിൻ്റെ ഡെത്ത് സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ BT ടോക്സിൻ ഈ പ്ലാന്റുകളിൽ വർക്ക് ചെയ്യുന്നത്. സോ ഈ പെർട്ടിക്കുലർ പ്ലാന്റുകളിൽ ഈ BT ടോക്സിൻ എന്ന് പറഞ്ഞ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ഇൻസെക്റ്റുകൾ ഈ പ്ലാന്റിനെ കൺസ്യൂം ചെയ്യാൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഇൻആക്റ്റീവ് ഫോമിലുള്ള ബാസിലസ് തുരിഞ്ചനസിസിൻ്റെ BT ടോക്സിൻ ജീൻ പ്രോടോക്സിനാണ്. ആ പ്രോടോക്സിൻ ഈ ഇൻസെക്റ്റ് അതിനെ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ, അതിനെ കഴിക്കുമ്പോൾ, അതിൻ്റെ ഇതിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഇൻആക്റ്റീവ് ഫോമുള്ള പ്രോടോക്സിൻ ആക്ടിവേറ്റഡ് ഫോം ഓഫ് ടോക്സിനായി മാറുന്നു. കാരണം ഈ ഇൻസെക്റ്റിൻ്റെ ഇൻജസ്റ്റ് ചെയ്യുന്ന സമയം ഇൻസെക്റ്റിൻ്റെ ആൽക്കലൈൻ pH, ഗട്ടിലുള്ള ആൽക്കലൈൻ pH ആണ് ഈ ഇനാക്റ്റീവായിട്ടുള്ള ടോക്സിനെ
ആക്റ്റീവ് ടോക്സിനാക്കി മാറ്റുന്നത്. സോ ആ ഗട്ടിൽ വെച്ച് ആൽക്കലൈൻ pH കാരണം ഇത് ആക്റ്റീവ് ടോക്സിനായി മാറുകയും ആ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് സോളിബിളായി എന്ത് സംഭവിക്കുന്നു, ആ സോളിബിളായിട്ടുള്ള ടോക്സിൻ ഈ ഇൻസെക്റ്റിൻ്റെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സർഫസിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം ആ ഇൻസെക്റ്റിൻ്റെ അവിടെ ആ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ എന്ത് സംഭവിക്കുന്നു, പോറുകൾ സൃഷ്ടിക്കുകയും അത് അവിടുത്തെ സെല്ലുകൾ സ്വെല്ല് ചെയ്യാനായിട്ട് വീർക്കാനായിട്ട് കാരണമാകുകയും അതിന് നാശം സംഭവിക്കുകയും ചെയ്യുന്നു. അതുമൂലം ഇൻസെക്റ്റിന് ഡെത്ത് സംഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ BT ടോക്സിൻ ജീൻ ആ ഒരു സെർട്ടൺ ടൈപ്പ് ഓഫ് ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യുന്നത്. സോ ആ ബാസിലസ് തുറിഞ്ചിനസിൻ്റെ ബോഡിയിൽ ഇത് ഇനാക്റ്റീവായിട്ടിരിക്കുന്നത് കൊണ്ട് ബാസിലസ് തുറിഞ്ചിനസിന് ഇതിനെ കൊണ്ട് ഒരു ഉപദ്രവമില്ല. ഒരു ഇൻസെക്റ്റ് വന്ന് അതിനെ കൺസ്യൂം ചെയ്ത് ഇൻജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഗട്ടിലെത്തുമ്പോൾ മാത്രമേ ഈ ഇനാക്റ്റീവ് ഫോം ആക്റ്റീവായിട്ട് മാറി അത് സോളിബിൾ പ്രോട്ടീൻ ക്രിസ്റ്റൽസായി അതിൻ്റെ മിഡ്ഗട്ട് എപ്പിത്തീലിയൽ സെൽസിൽ വന്ന് ബൈൻഡ് ചെയ്ത് അതിൽ പോർസ് ക്രിയേറ്റ് ചെയ്ത് അതിന് സെല്ല് സ്വെല്ല് ചെയ്ത് അതിന് നാശം സംഭവിച്ച ആ ഇൻസെക്റ്റ് മരിച്ചു പോകുന്നത്. സോ സ്പെസിഫിക് BT ടോക്സിൻ ജീനുകളുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് BT ടോക്സിൻ ജീനുകൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ക്രോപ്പ് പ്ലാന്റ്സ്, ഫോർ എക്സാമ്പിൾ കോട്ടൺ പോലത്തെ പല ക്രോപ്പ് പ്ലാന്റുകൾക്കും സ്പെസിഫിക് ആയിട്ടുള്ള BT ടോക്സിൻ ജീനുകൾ ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. സോ ചോയ്സ് ഓഫ് ദ ജീൻ, ഏത് ടൈപ്പ് BT ടോക്സിൻ ജീനാണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യണത് ഏത് ക്രോപ്പാണ്, ഏത് കാറ്റഗറിയിലുള്ള ക്രോപ്പാണ്, ആ ക്രോപ്പിനെ അറ്റാക്ക് ചെയ്യുന്ന ടാർഗറ്റഡ് ആയിട്ടുള്ള പെസ്റ്റ് ഏതാണ്. സോ ടാർഗറ്റഡ് ആയിട്ടുള്ള പെസ്റ്റും ആ ക്രോപ്പിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് ജീനാണ് ആ പ്ലാന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. സോ ചോയ്സ് ഓഫ് ദ ജീൻ ഡിപ്പെൻഡ്സ് ഓൺ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യിക്കുന്നു, ഒന്ന് ഏത് ക്രോപ്പാണ്, ഏത് ടൈപ്പ് വിളയാണ്, അതുപോലെ അതിനെ അറ്റാക്ക് ചെയ്യുന്ന പെസ്റ്റ് ഏതാണ്, ടാർഗറ്റഡ് പെസ്റ്റാണ്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ നമ്മൾ ആ തരത്തിലുള്ള ജീനുകളെ ആ പ്ലാന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. സോ BT ടോക്സിൻ എന്ന് പറയുന്നത് ഇൻസെക്റ്റ് ഗ്രൂപ്പ് സ്പെസിഫിക് ആണ്. ഓരോ കാറ്റഗറിയിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസെക്റ്റുകൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ BT ടോക്സിൻ. സോ ഈ BT ടോക്സിൻ ഇൻസെക്റ്റ് ഗ്രൂപ്പ് സ്പെസിഫിക്, ഓരോ പെർട്ടിക്കുലർ ഇൻസെക്റ്റ് ഗ്രൂപ്പുകളെയും കില്ല് ചെയ്യാൻ പാകത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള BT ടോക്സിൻ ജീനുകളുണ്ട്. സോ ഓരോ BT ടോക്സിൻ ജീനിൻ്റെ ഡ്യൂട്ടി ഓരോ കാറ്റഗറിയിലുള്ള ഓരോ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യുക എന്നുള്ളതാണ്. സോ ടോക്സിൻ കോഡഡ് ബൈ ജീൻ, ഈ BT ടോക്സിനെ കോഡ് ചെയ്യുന്ന ജീനിൻ്റെ പേരാണ് ക്രൈജീൻ, CRY. സോ BT ടോക്സിനെ കോഡ് ചെയ്യുന്ന ആ ജീനിൻ്റെ പേരാണ് ക്രൈജീൻ. സോ ജീൻസ് ഫോർ ഈ പ്രോട്ടീൻ കോഡ് ചെയ്യണത് ഏത് പ്രോട്ടീൻ ക്രിസ്റ്റൽസ് ആണോ ഫോം ചെയ്യണത്, ആ പ്രോട്ടീൻ ക്രിസ്റ്റൽസ് അല്ലേ ഇനാക്റ്റീവിൽ നിന്ന് ആക്റ്റീവായിട്ട് ആ ഇൻസെക്റ്റ് ഡെഡ് ആവാനായിട്ട് അതിലെ ഇൻസെക്റ്റിൻ്റെ ഡെത്തിന് കാരണമാകുന്നത്. സോ ജീൻസ് ആ ഏത് പ്രോട്ടീൻ ആണെന്നുള്ള പ്രോട്ടീൻസ് എൻകോഡിങ് ദ ജീൻ CRY1AC ആൻഡ് CRY2AB ഇത് കൺട്രോൾ ചെയ്യുന്നത് കോട്ടൺ ബോൾ വേംസിനാണ്. സോ കോട്ടൺ ബോൾ വേംസിനെ കൺട്രോൾ ചെയ്യുന്ന ഈ BT ടോക്സിൻ ജീൻ അല്ലെങ്കിൽ ഏത് പ്രോട്ടീനെ കോഡ് ചെയ്യണതാണെന്ന് വെച്ചാൽ ഇതാണ് CRY1AC ആൻഡ് CRY2AB. ഏതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ്, കോട്ടൺ ബോൾ വേംസിനെ കൺട്രോൾ ചെയ്യണതാണ്. അതുപോലെ CRY1AB എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് കോൺ ബൊറർ. സോ CRY1AB എന്ന് പറഞ്ഞ ജീൻ, പ്രോട്ടീൻ എൻകോഡിങ് CRY1AB എന്ന് പറഞ്ഞ ജീൻ കൺട്രോൾ ചെയ്യുന്നത് കോൺ ബൊററിനെയും, അതുപോലെ പ്രോട്ടീൻ എൻകോഡിങ് ജീൻസ് CRY1AC ആൻഡ് CRY2AB കൺട്രോൾ ചെയ്യുന്നത് കോട്ടൺ ബോൾ വേംസിനെയാണ്. സോ ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസെക്റ്റുകളെ അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസെക്റ്റുകളെ കില്ല് ചെയ്യാനായിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് BT ടോക്സിൻ ജീനുകളാണുള്ളത്. ആ ഡിഫറെൻറ്റ് ടൈപ്പ് BT ടോക്സിൻ ജീൻ ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോട്ടീനുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ പ്രോട്ടീൻ എൻകോഡ് ചെയ്യുന്ന ജീൻ ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഓരോ കാറ്റഗറിയിലുള്ള ഇൻസെക്റ്റുകൾക്ക്. ഇങ്ങനെയാണ് നമ്മുടെ BT ടോക്സിൻ എന്ന് പറഞ്ഞ ജീൻ പ്ലാന്റ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇൻസെക്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളെ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ BT ടോക്സിൻ ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പിക്ചറാണ്. സോ നമ്മുടെ ഒരു കോട്ടൺ പ്ലാന്റിൻ്റെ ഒരു ബ്രാഞ്ചാണ് കാണിച്ചേക്കണേ. സോ കോട്ടൺ പ്ലാന്റിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതിൽ രണ്ട് ടൈപ്പ്, ഒന്ന് ഇൻഫെക്റ്റഡ് ബോൾ വേംസ്.
ഈ ബോൾ വോംസ് ഇൻഫെക്റ്റ് ചെയ്തതാണ് ഇത് കാണിച്ചത്. സോ ഇൻഫെക്റ്റഡ് ബോൾ വോംസ് ആണ് ഡിസ്ട്രോയിഡ് ബൈ ബോൾ വോംസ്. അതായത് ഈ ബ്രാഞ്ചിൽ ബോൾ വോംസ് വന്ന് അറ്റാക്ക് ചെയ്ത് അത് ഡിസ്ട്രോയിഡ് ആയി, അതായത് ഇൻഫെക്ഷൻ ബാധിച്ചു. അപ്പോൾ അവിടെ കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതേസമയം രണ്ടാമത്തെ അതിലെന്താണ് ഫുള്ളി മെച്യൂർ കോട്ടൺ ബോൾ ആണ് കാണിച്ചേക്കുന്നത്. ആദ്യത്തെയാണ് ഇൻഫെക്റ്റഡ് കോട്ടൺ ബോൾ, രണ്ടാമത്തത് ഹെൽത്തി ആൻഡ് ഫുള്ളി മെച്യൂർ കോട്ടൺ ബോൾ ആണ്. സോ അവിടെ ഇൻഫെക്ഷൻ എഫക്റ്റ് ചെയ്തില്ല. ഇവിടെ ഇൻഫെക്ഷൻ വന്നതുകൊണ്ട് അതിൽ കറക്റ്റ് കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തത്. അതാണ് ഈ കോട്ടൺ ബോളിൻ്റെ ഡിസ്ട്രോയിഡ് ബോൾ വോംസ് ഡിസ്ട്രോയ് ചെയ്തതും അതേസമയം മെച്ചേർഡ് കോട്ടൺ ബോൾ ഉള്ളതും ഉള്ള രണ്ട് പിക്ചേഴ്സുകളാണ് കാണിച്ചിരിക്കുന്നത് A and B ആയിട്ട്. സോ ഇവിടെ കോട്ടൺ നമുക്ക് കാണാം, ഇവിടെ കോട്ടൺ ഇല്ലാത്ത ഒരു ബ്രാഞ്ച് നമുക്ക് കാണുന്നതാണ്.